ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. അംഗനവാടി ഉദ്ഘാടന നിറവിൽ മാവുംകുന്ന്. തിരൂർ നഗരസഭ വാർഡ് 17 മാവുംകുന്ന്. ജനങ്ങളുടെ ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായ കെട്ടിടത്തിൽ ഒരു അംഗൻവാടി എന്നത്. ആ സ്വപ്നമാണ് പൂവണിഞ്ഞത്. മതസാമൂഹിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന KP ബാവ ഹാജിയുടെ കുടുംബം അംഗനവാടിക്ക് സൗജന്യമായി സ്ഥലം നൽകി. അതിൽ നഗരസഭ ഭംഗിയായി അംഗനവാടി കെട്ടിടം നിർമ്മിച്ചു. അതിന്റെ ഉദ്ഘാടനം മെയ് 3 ശനി വൈകുന്നേരം 4 മണിക്ക് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയുടെ അധ്യക്ഷതയിൽ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ KP അബ്ദുള്ളക്കുട്ടി സ്വാഗതം പറഞ്ഞു. തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ P രാമൻകുട്ടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ S ഗിരീഷ്, പൊതുമരാമത്ത് ചെയർമാൻ KK സലാം മാസ്റ്റർ, IP സീനത്ത്, ഫാത്തിമത്ത് സജ്ന, നൌഫൽ ബാബു, കൺവീനർ KP അസീസ്, KP ഗഫൂർ, അംഗനവാടി ടീച്ചർ MP ജയലത, M സിറാജുദ്ദീൻ, K റഷീദ്, അൻസാർ VP എന്നിവർ ആശംസകൾ പറഞ്ഞു. നഗരസഭാ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഷംസുദ്ദീൻ KP നന്ദി പറഞ്ഞു. വർഷങ്ങളായിട്ട് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അംഗനവാടി 2 സെന്റ് സ്ഥലം നമുക്ക് അനുവദിച്ചു തന്ന നമ്മളെ കുന്നത്തുപറമ്പ് ബാവ ഹാജിയുടെ മക്കളായ അസീസും ഗഫൂറും അവർ നമ്മളെ ഇതിനു വേണ്ടി സംഭാവന ചെയ്ത് തന്ന
അവർ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. വളരെയധികം കഷ്ടപ്പാടിലിരുന്ന് അവിടെ അംഗനവാടി ഉണ്ടായിരുന്നത്. എന്നും മഴ വന്നാൽ ഞങ്ങൾക്ക് ബേജാറാണ്. കാരണം അടി കൂടി മേലെ കൂടിയൊക്കെ വെള്ളം വന്ന് എപ്പോഴും ബുദ്ധിമുട്ടിലായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു ശമനം കിട്ടാനും വേണ്ടി ഇങ്ങനെ ഒരു അംഗനവാടി ആയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഈ കൗൺസിൽ വന്നതിന് ശേഷം 9ഓളം അംഗനവാടികൾക്ക് സ്വന്തമായിട്ട് കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചു. അതിൽ നമ്മളെ 17ാം വാർഡിലെ അംഗനവാടി യാഥാർത്ഥ്യമായി. അതിൽ നിമിത്തമാകാൻ സാധിച്ച എനിക്കും വലിയ സന്തോഷമുണ്ട്. അവരുടെ ആദ്യത്തെ അല്ലേ ഒരമ്മയുടെ കയ്യിൽ നിന്ന് പിന്നെ ആദ്യം കൊടുക്കുന്നത് അംഗനവാടി ടീച്ചറുടെ കൈകളിലാണ്. പോയിരിക്കാൻ ആ കുട്ടിയെ സുരക്ഷിതമായി ചെന്നാക്കാൻ ഒരു സേഫായ ഒരു ഇടം ഉണ്ടാകുക എന്നത് ആ ഒരു നാട്ടിലെ ഒരു കൗൺസിലർ ചെയ്തു കൊടുക്കേണ്ട ആദ്യത്തെ ഒരു ഉത്തരവാദിത്വമാണ്. കാരണക്കാരായ അസീസ് മാവുങ്ങുന്ന അവர்கள், അതേപോലെ അവരുടെ സഹോദരൻ ഗഫൂർ അവர்கள், അവരുടെ ഉമ്മ, അവരുടെ സഹോദരിമാര്, അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു 2 സെന്റ് സ്ഥലം കൊടുക്കുകയും ആ ഒരു സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ ആ സ്ഥലത്ത് ആ ഒരു പരിമിതിയെ മറന്നുകൊണ്ട് വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു കെട്ടിടം ഇന്ന് തുറന്നു കൊടുക്കാനും സാധിച്ചതിൽ ഏറെ കൗൺസിലിന് ഏറെ അഭിമാനം ഉണ്ട് എന്ന് അറിയിക്കുക. അമ്മയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ആദ്യപടി അംഗനവാടി ടീച്ചറെടുത്താണ്. വളരെ സേഫായ ഒരു ഇടം തന്നെയാണ് കൊടുക്കേണ്ടത്. കലാമാഷ് അത് നൗഫൽ ബാബുവിന് വേണ്ടി അനുവദിച്ചു കൊടുക്കുകയും ആ അംഗനവാടി നേരെ കൊടുന്ന ഈ ഒരു വാർഡിലേക്ക് മാറ്റി ഇവിടെ ഒരു അംഗനവാടിക്കുള്ള ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ വാടക കെട്ടിടത്തിൽ കുറെ കാലം നിൽക്കുകയും പ്രിയപ്പെട്ട അസീസ് മാവുംകുന്നും ഗഫൂറും അവരുടെ ഫാമിലിയും ഒക്കെ വളരെ സന്തോഷപൂർവ്വം 2 സെന്റ് സ്ഥലം കൊടുത്തപ്പോൾ അതില് മനോഹരമായ ഒരു കെട്ടിടം പണിയാൻ നഗരസഭ ഫണ്ട് വെക്കുകയാണ് ചെയ്തത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിനുവേണ്ടി മുൻകൈയെടുത്തു. അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ കൗൺസിൽ അതിലേക്ക് ഫണ്ട് വെച്ച് ഇത്രയും നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ വളരെയധികം അഭിമാനം തോന്നി. ശരിക്കും പറഞ്ഞാൽ മാതൃകാപരമായ പ്രവൃത്തിയാണ്. നമ്മുടെ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ് അസീസ് മാവുങ്ങുന്ന അവരുടെ ഫാമിലി ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അത് എല്ലാ കാലത്തും നിങ്ങളുടെ ഫാമിലിക്ക് ഒരു നന്മയായി തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നഗരസഭയുടെ അധ്യക്ഷ കൂടിയായിട്ടുള്ള പ്രിയങ്കരിയായ AP നസീമ അവர்களെ, നിങ്ങളൊക്കെ പ്രിയങ്കരനായ കൗൺസിലറെ കുറിച്ച് അധ്യക്ഷ ഭാഷണത്തിൽ നസീമ പറയുകയുണ്ടായി. ഇവിടെ നിങ്ങളുമായി എത്ര കണ്ട് ഇഴകിയാണ് നിൽക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം എത്രയാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ്. സ്ഥലമില്ലാതെ കിടന്നിരുന്ന, പരിമിതികൾക്കുള്ളിൽ നിന്നിരുന്ന ഒരു അംഗനവാടിയെ ഇങ്ങനെ സുന്ദരമാക്കി ഒരു നല്ലൊരു കെട്ടിടമുണ്ടാക്കി ഇന്ന് സമർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് നേതൃത്വം വഹിച്ച പ്രിയങ്കനായ ഇവിടെ സ്വാഗതം ആശംസിക്കുക കൂടി ചെയ്ത പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകനും കൂടിയായിട്ടുള്ള നമ്മുടെ വാർഡ് കൗൺസിലർ KP അബ്ദുൽകുട്ടി സാഹിബ് അവരുകളെ, നമ്മുടെ പ്രിയങ്കനായ അസീസും ഗഫൂറും അവർ ഇവിടുത്തെ അതേപോലെ വാപ്പാന്റെ അതേ മാതൃകയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. അവർ മുൻകൈയെടുത്ത് അവരുടെ മാതാവും ഇവിടെയുണ്ട്. അവിടെയൊക്കെ താല്പര്യത്തോടു കൂടിയാണ് ഇങ്ങനെ 2 സെന്റ് സ്ഥലം നമ്മുടെ തിരൂർ നഗരസഭക്കകത്ത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി സൗജന്യമായി നമുക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ പ്രതിഫലം ബാബാഹജിയുടെ ജീവിതത്തിൽ, പരലോക ജീവിതത്തിൽ ഗുണകരമായി തണലായി ഭവിക്കട്ടെ എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മക്കളുടെ ഈ ദാനം നമ്മുടെ സൃഷ്ടാവ് സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ മക്കളുടെ കാര്യത്തിൽ തന്നെയാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ മക്കൾക്ക് വേണ്ട സൗകര്യങ്ങളും സ്നേഹവും ഒക്കെ സമർപ്പിക്കേണ്ട സന്ദർഭം ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ്. പ്രവാചകന്റെ ഒരു തിരുവചനത്തിന്റെ താല്പര്യമെടുത്താൽ 3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ സാംസ്കാരിക സ്വഭാവ രൂപീകരണം നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് പ്രകടമാകുന്നു. അപ്പൊ അതുകൊണ്ട് ആ പ്രായത്തിൽ തന്നെ നമ്മൾ അതിങ്ങനെ നിസ്സാരമായി ആ കുട്ടികളെ ആ പ്രായത്തിൽ കാണും. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവർക്ക് ആകർഷിക്കാവുന്ന, സന്തോഷിക്കാവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രകടനങ്ങൾ. വർത്തമാനത്തിൽ, പെരുമാറ്റത്തിൽ, ഇടപെടലുകളിൽ ഒക്കെ അതൊരു 3 മാസമല്ലേ പ്രായമുള്ളൂ എന്ന് കരുതി അവഗണിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ വാപ്പയുടെ സ്മരണയ്ക്ക് ഒരു കെട്ടിടം പണിത് അത് അംഗനവാടിയാക്കി മാറ്റാനും ഒക്കെ കഴിഞ്ഞത് വലിയൊരു സംഭവമാണ്. ഈ വാർഡില് അത് നടക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഭൂമിക്ക് പൊന്നും വിലയുള്ള കാലം, അത്രയും വിലയുള്ള കാലത്താണ് ആ കുടുംബം ഇങ്ങനെ ഒരു സൗജന്യമായി ഭൂമി തരുന്നത്. ഭൂമി കിട്ടിയാൽ പിന്നെ കെട്ടിടം ഉണ്ടാക്കുന്നത് നഗരസഭയുടെ ഫണ്ട് വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് അബ്ദുള്ള കുട്ടിയൊക്കെ വേണ്ടതിൽ ഒരു വിനിയോഗിച്ചു. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ
അത് ശീതീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വന്തമായി കെട്ടിടമുള്ള അംഗനവാടികൾക്ക് AC വെക്കാനുള്ളൊരു പദ്ധതി വെച്ചിട്ടുണ്ട്. യോഗം ഉണ്ടെങ്കിൽ അബ്ദുള്ള കുട്ടിയൊക്കെ അതും ചെയ്ത് തണുപ്പിച്ചിട്ട് തന്നെ കുട്ടികളെ തണുപ്പിച്ചിരുത്താനുള്ള സംവിധാനവും മുപ്പര് ആലോചിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇന്ന് ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. നമ്മുടെ നാട്ടിലെ ഒരു അംഗനവാടി എന്ന് പറയുന്നത് ആ നാട്ടിലെ പിഞ്ചോമന മക്കളുടെ ആദ്യ നാളുകൾ കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും അവർ കഴിയുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായും ആ സ്ഥലത്തെ ഏറെ മനോഹരമാക്കുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിൽ ഒന്നാണ്. അതാണ് ഈ പ്രദേശത്തെ നല്ലവരായ മുഴുവൻ നാട്ടുകാരുടെയും സഹായത്തോടും സഹകരണത്തോടും കൂടി വാർഡ് കൗൺസിലർ അബ്ദുള്ള കുട്ടിയാക്ക മുൻകൈയെടുത്ത് ഇന്ന് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. തിരൂർ നഗരസഭയെ കുറിച്ച് പറയുമ്പോൾ നഗരസഭയ്ക്ക് ഈ പ്രവർത്തന കാലഘട്ടത്തിൽ അംഗൻവാടി രംഗത്ത് തന്നെ ഒട്ടേറെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അംഗനവാടികൾക്ക് സ്വന്തമായിട്ട് കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു കീറാമുട്ടി തന്നെയാണ്. ആദ്യമായിട്ട് അതിന് സ്ഥലം ലഭിക്കേണ്ടതുണ്ട്. സ്ഥലവുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരൂരിനെ കുറിച്ച് പറയുമ്പോൾ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലമതിക്കപ്പെടുന്ന സാധനമാണ് ഭൂമി. ഭൂമി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസങ്ങളാണ്. ആ രംഗത്ത് പോലും നാട്ടിലെ നല്ലവരായിട്ട് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി തിരൂർ നഗരസഭയിൽ ഈ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ മാത്രം 4 വർഷത്തിനിടയ്ക്ക് 9 പുതിയ അംഗനവാടികൾക്ക് കെട്ടിടമുണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. അതിലൊന്നാണ് ഈ മാവുകുന്നിലെ അംഗനവാടി. പല കാര്യങ്ങളിലും റോഡ് വികസനത്തിലായിക്കോട്ടെ, ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലകളിലായിരിക്കോട്ടെ, ആരോഗ്യ മേഖലയിലായിരിക്കോട്ടെ, ഇങ്ങനെ ഒട്ടനവധി പരിപാടികൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്ത് ഇതിനോടകം തന്നെ നടപ്പിൽ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ചാരിതാർത്ഥ്യം തോന്നും, മനസ്സിന് സന്തോഷം തോന്നും. അത്തരത്തിൽ ഓരോ പദ്ധതികളാണ് നമ്മുടെ ഈ അംഗനവാടി ഉദ്ഘാടനങ്ങൾ. പ്രത്യേകിച്ച് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അംഗനവാടികൾ സ്വന്തമായി ഒരു കെട്ടിടമില്ല എന്നുള്ളത് എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ അബ്ദുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓരോ ദിവസവും ഞങ്ങളൊക്കെ എത്തുന്നതിന് എത്രയോ നേരത്തെ നമ്മുടെ ഓഫീസിലെത്തി ആദ്യം ഞങ്ങൾ ഗ്രൂപ്പ് തുറക്കുമ്പോൾ അവിടെ എത്തിയൊരു ഫോട്ടോ ഉണ്ടാവും. ഇവിടെ എത്തിയിട്ടോ ഞാൻ റെഡിയാണെന്ന് കണ്ടിട്ട് എന്താണോ അവർക്ക് ആവശ്യം, അവരെ വാർഡിലേക്ക് എന്താണോ ആവശ്യം, അത് കൃത്യമായി നമ്മുടെ ചെയർപേഴ്സന്റെ അടുത്തും വൈസ് ചെയർമാനോടും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോടൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ നാടിന് ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങി കൃത്യമായി അത് നടപ്പിൽ വരുത്താൻ വേണ്ടി നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയെ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. എന്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് 15-ാം വാർഡാണ്. ആ 15-ാം വാർഡിന്റെ കുട്ടിക്കാലം മുതൽ 45 വർഷം മുമ്പ് സ്ഥാപിച്ച അങ്കണവാടി ഞങ്ങളുടെ തറവാട്ടു മുറ്റത്ത് കൊണ്ടുവന്നതാണ്. ഇന്നും അത് വാടകക്കെട്ടിൽ പ്രവർത്തിക്കുന്ന ആ സങ്കടവും ഇവിടെ ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനൊരു സ്ഥലം കണ്ടെത്തുവാനുള്ള ശ്രമം ഞങ്ങളും ടീച്ചേഴ്സും ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരെല്ലാം തന്നെ ഞങ്ങൾ മുൻകൈയെടുത്ത് അതിനുവേണ്ടി തയ്യാറെടുത്തിരുന്നു. നിർവഹിച്ചാൽ കിട്ടിയില്ല. ഏതായാലും ഇവിടെ ഇങ്ങനെയുള്ളൊരു എൻ്റെ അനുജൻ ഗഫൂറും ഞാനും ഇങ്ങനെ മുന്നിട്ടിറങ്ങിയത് തീർച്ചയായിട്ടും നമ്മുടെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം കുടുംബം, മക്കള്, സമൂഹം ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു ഉപ്പ. തീർച്ചയായിട്ടും മക്കളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ വളർച്ചയിൽ തന്നെ, സാമ്പത്തികമായിട്ടുള്ള വളർച്ചയിൽ തന്നെ ഉപ്പാന്റെ ഒരു പങ്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. 0 ബാലൻസിൽ നിന്ന് ഗൾഫിൽ നിന്നും മടങ്ങി ഇവിടെ എത്തി 96-ൽ ഇവിടെ നാട്ടിൽ തിരിച്ചെത്തുകയും 50,000 രൂപ തന്ന് ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടി തന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് നല്ല നിലയിൽ 2 സ്ഥാപനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ആ സന്തോഷം ഇനിയും ഉണ്ടാവണമെന്ന് നിങ്ങളെല്ലാം പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മളിത് ഈ ഒരു ആഘോഷം എല്ലാ വർഷവും നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. അങ്കണവാടി വാർഷികം എന്ന പേരിൽ എല്ലാ വർഷവും അതിവിപുലമായിട്ട് നമുക്ക് ഇവിടെ ആഘോഷിക്കണം. ഈ ആഘോഷം ഇവിടെ തീരുന്നില്ല, നമുക്ക് എന്നും ആഘോഷിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ്.
തീർച്ചയായിട്ടും ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നല്ലവരായ നാട്ടുകാർ, ടീച്ചേഴ്സ്, മുനിസിപ്പൽ ഭരണസമിതി അംഗങ്ങൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മൾ ഏറെക്കാലം കാത്തിരുന്ന അംഗനവാടി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്ന നമ്മുടെ ഈ സാമൂഹിക രാഷ്ട്രീയ രംഗത്തിൽ നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ കുന്നത്തുപറമ്പിൽ ബാബാജിയുടെ നാമോദയത്തിൽ തുടക്കം കുറിച്ച അംഗനവാടിക്ക് സ്ഥലം അനുവദിച്ചു തന്ന നമ്മുടെ ഗഫൂറും അതുപോലെ തന്നെ അസീസിനും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മളിതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷൻ കൂടി യോഗം പിരിച്ചിരിക്കുന്നു. ജാൻ മീഡിയ ന്യൂസ് തിരൂർ.